നമ്മൾ ലാസ്റ്റ് ഡേ ഇൻട്രൊഡക്ഷൻ ടു ഗ്രാമർ എന്നുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ മോർഫോളജിയാണ് പറഞ്ഞത്. എന്താണ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫോളജി എന്നുള്ള സെക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് ഫോണറ്റിക്സ് എടുത്തതിന് ശേഷം എടുക്കേണ്ട ഒരു ഭാഗമാണ്. എന്നാലും ഞങ്ങളിത് ഫോണറ്റിക്സിൻ്റെ ചില ഡിവിഷനുകളിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് മോർഫോളജിയാണ്. അപ്പോൾ എന്താണ് മോർഫോളജി എന്ന് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റഡി ഓഫ് ദ മോർഫമിക് സ്ട്രക്ചർ. മോർഫിക് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് മോർഫോളജി എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് മോർഫിംഗ് എന്ന് ഒന്നല്ല പറഞ്ഞു. മോർഫിംഗ് ഈസ് ദ സ്മോളസ്റ്റ് ഗ്രമാറ്റിക്കൽ യൂണിറ്റ്. ഓക്കെ, ഗ്രമാറ്റിക്കൽ യൂണിറ്റ്സ് അവിടെ യൂണിറ്റ് ഏന്നല്ലേ അവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മോർഫിംഗ് ഈസ് ദ സ്മോളസ്റ്റ് ഗ്രമാറ്റിക്കൽ യൂണിറ്റ്. അപ്പോൾ ഗ്രമാറ്റിക്കൽ യൂണിറ്റിൻ്റെ സ്മോളസ്റ്റ് ആയിട്ട് ഗ്രമാറ്റിക്കൽ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോർഫീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏർലിയർ എ വേർഡ് വാസ് കൺസിഡേർഡ് ആസ് എ സ്മോളസ്റ്റ് ഗ്രമാറ്റിക്കൽ യൂണിറ്റ്. അതായത് പണ്ട് എന്താണ് വേർഡിനെയാണ് അവർ എന്ത് ചെയ്തിരുന്നത്, സ്മോളസ്റ്റ് ഗ്രാമാറ്റിക്കൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു. ഒരു കാലഘട്ടത്തിൽ സ്മോളസ്റ്റ് ഗ്രാമാറ്റിക്കൽ യൂണിറ്റായിട്ട് കണ്ടിരുന്നത് എന്തിനെയായിരുന്നു, വേർഡിനെ ആയിരുന്നു. ഒരു വേർഡിനെയാണ് സ്മോളസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ യൂണിറ്റ് എന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് വന്ന ലിംഗ്വിസ്റ്റുകൾ അതിനെ തിരുത്തി വേർഡ് അല്ല സ്മോളസ്റ്റ് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ യൂണിറ്റ്, മറിച്ച് അതൊരു മോർഫീമാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുകയാണ് ചെയ്തത്, നമ്മളെ മനസ്സിലാക്കിച്ചു തന്നു. ഓക്കെ, ഇനി മോർഫീം രണ്ട് തരത്തിലുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? മോർഫീം ഒന്ന് ഫ്രീ മോർഫീം ഒന്നുണ്ട്, ബൗണ്ട് മോർഫീം ഉണ്ട്. ഓക്കെ, എന്താണ് ഫ്രീ മോർഫീം? ഫ്രീ മോർഫീം ഈസ് കോൾഡ് ലെക്സിക്കൽ മോർഫീം. അതായത് ലെക്സിക്കൽ മോർഫീം എന്നാണ് അതിനെ വിളിക്കുക, ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് എ ഡിക്ഷണറി മീനിങ്. മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫ്രീ മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെക്സിക്കൽ മീനിങ് കിട്ടുന്ന അല്ലെങ്കിൽ ഡിക്ഷണറി മീനിങ് ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്, ഫ്രീ മോർഫീം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഫ്രീ മോർഫീം എന്ന് പറയുന്നത് എന്തിനാണ്, ലെക്സിക്കൽ മോർഫീമിനെ അല്ലെങ്കിൽ ഡിക്ഷണറി മീനിങ് ക്യാരി ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ ഫ്രീ മോർഫീം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഫ്രീ മോർഫീം എന്ന് പറയാനുള്ള കാരണം, ദേ ക്യാൻ സ്റ്റാൻഡ് എലോൺ. മനസ്സിലാവുന്നുണ്ടോ? ദേ ക്യാൻ സ്റ്റാൻഡ് എലോൺ. ഓക്കെ, അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കും. ഫ്രീ മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെക്സിക്കൽ മീനിങ് അല്ലെങ്കിൽ ഡിക്ഷണറി മീനിങ് ക്യാരി ചെയ്യുന്നത് കൊണ്ടാണ് അവരെ ഫ്രീ മോർഫീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് ഫ്രീ മോർഫീം എന്ന് പറയുന്നത്, ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അവരെ ഫ്രീ മോർഫീം എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ബൗണ്ട് മോർഫീം. ബൗണ്ട് മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് എലോൺ. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഫ്രീ മോർഫീമിൻ്റെ കൂടെ അവർക്ക് നിൽക്കാനായിട്ട് സാധിക്കും. മറക്കണ്ട, എന്താണ്, ബൗണ്ട് മോർഫീമിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല അവർക്ക്. അതായത് ബൗണ്ട് മോർഫീം പ്ലസ് ഫ്രീ മോർഫീം, ബൗണ്ട് മോർഫീം പ്ലസ് ഫ്രീ. ഓക്കെ, ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ബൗണ്ട് പ്ലസ് ഫ്രീ അല്ലെങ്കിൽ അതായത് ഫ്രീ പ്ലസ് ബൗണ്ട് ഇങ്ങോട്ട് തിരിക്കാട്ടോ, എവിടെയായാലും ഫ്രണ്ടിലായാലും മുമ്പിലായാലും അവർക്ക് മോർഫീമിൻ്റെ കൂടെ അതായത് ഫ്രീ മോർഫീമിൻ്റെ കൂടെ നിൽക്കാൻ മാത്രമേ ഈ ബൗണ്ട് മോർഫീമിന് സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഫ്രീ മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സിക്കൽ മോർഫീം എന്ന് അതിന് വേറൊരു പേരുണ്ട്. എന്തുകൊണ്ടാണ് ലെക്സിക്കൽ മോർഫീം എന്ന് വിളിക്കുന്നത്, അവർക്ക് ഡിക്ഷണറി മീനിങ് അല്ലെങ്കിൽ അവർ ഡിക്ഷണറി മീനിങ് ക്യാരി ചെയ്യുന്നത് കൊണ്ടാണ് അവരെ ലെക്സിക്കൽ മോർഫീം എന്ന് വിളിക്കുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നത് കൊണ്ടാണ് അവരെ ഫ്രീ മോർഫീം എന്ന് വിളിക്കുന്നത്. എന്നാൽ ബൗണ്ട് മോർഫീമിന് എന്താണ്, ഫ്രീ മോർഫീമിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ അതിന് നിൽക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് അതിനെ ബൗണ്ട് മോർഫീം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ബൗണ്ട് മോർഫീം എന്തുകൊണ്ടാണ് വിളിക്കുന്നത്, അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട്. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് കുറച്ച് നോക്കാം. ഞാനിവിടെ സ്ലീപ്പിംഗ് എന്നുള്ള എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇത് ഒറ്റ വേർഡാണോ അല്ലയോ എന്ന് നിങ്ങൾ പറയൂ. ഒറ്റ വേർഡാണോ? എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കും അത് ഒരൊറ്റ വേർഡാണ്. പക്ഷേ അല്ല, ഒറ്റ വേർഡ് ഒന്നാണ്, പക്ഷെ മോർഫീം രണ്ടെണ്ണുണ്ടത്. എങ്ങനെയാണ് രണ്ട് മോർഫീമായിട്ട് തിരിക്കുക? ശ്രദ്ധിക്കണം. സ്ലീപ്പിംഗ് എന്നുള്ളത് ഒറ്റ വേർഡാണ്, വേർഡ് ഒറ്റ
പക്ഷേ എത്ര ഒറ്റ മോർഫീമാണോ? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒറ്റ മോർഫീം അല്ല, അതിൽ 2 മോർഫീം ഉണ്ട്. എങ്ങനെയാണ് ഈ 2 മോർഫീം കണ്ടുപിടിക്കുക? ഇനി നോക്കാം നമുക്ക്. അതായത് ഒന്ന് ശ്രദ്ധിക്കാം, ഞാനിവിടെ സ്ലീപ്പ് പ്ലസ് ING എന്നെഴുതി. സ്ലീപ്പ് പ്ലസ് ING ഈക്വൽ ടു സ്ലീപ്പിംഗ് അല്ലേ? സ്ലീപ്പിങ്ങിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ സ്ലീപ്പ് എന്നുള്ളത് എന്താണ്? സ്ലീപ്പ് പ്ലസ് ING എന്നുള്ളതാണ്. അപ്പോൾ സ്ലീപ്പ് എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വിചാരിക്കുന്നു ഞാൻ. സ്ലീപ്പ് എന്നുള്ളത് എന്ത് മോർഫീം ആയിരിക്കും പറയാമോ? അത് ഫ്രീ മോർഫീം അല്ലേ? ഫ്രീ മോർഫീമാണ് എന്ത് സ്ലീപ്പ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഈ സ്ലീപ്പ് എന്നുള്ള വാക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ING എന്നുള്ളത് ബൗണ്ട് മോർഫീമാണ്. ഈ ബൗണ്ട് മോർഫീമിന്റെ പ്രത്യേകത എന്താ? അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ബൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ കൂടി ചേർന്നതാണ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? സ്ലീപ്പ് എന്നുള്ള വാക്ക് എന്താണ്? ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കും അല്ലേ? ഡിക്ഷണറി മീനിങ് ക്യാരി ചെയ്യുന്നതാണ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? സ്ലീപ്പ് എന്നുള്ള വാക്ക് ഡിക്ഷണറി മീനിങ് ക്യാരി ചെയ്യുന്നതാണ്. അതുപോലെ ING എന്നുള്ളത് മീനിങ്ലെസ് ആണ്. അതായത് ഒറ്റയ്ക്ക് നിൽക്കുക. മീനിങ്ലെസ് എന്ന് പറയാൻ പറ്റില്ല, മീനിങ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ മോർഫീം ആക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന് മീനിങ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മോർഫീം എന്നുള്ളത് സ്മോളസ്റ്റ് ഗ്രാമാറ്റിക്കൽ അല്ലെങ്കിൽ മീനിങ് ഫുൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? മോർഫീം എന്ന് പറയാൻ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ലീപ്പിന് അർത്ഥമുണ്ടോ? ഉണ്ട്. ഉറങ്ങുക അല്ലെങ്കിൽ ഉറക്കം എന്നുള്ളതാണ്. ING എന്ന് ചേർത്തെങ്കിൽ അതിന് അർത്ഥമുണ്ടോ? ഉണ്ട്. എന്താ INGക്കുള്ള അർത്ഥം? INGക്കുള്ള അർത്ഥം എന്താ? കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടി പറയാട്ടോ. ബൗണ്ട് മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ബൗണ്ട് മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ ബൗണ്ട് മോർഫീം. ING സ്ലീപ്പിങ്ങില് സ്ലീപ്പിംഗ് എന്നുള്ള വാക്കിന് സ്ലീപ്പ് എന്നുള്ളത് ഫ്രീ മോർഫീമും ING എന്നുള്ളത് ബൗണ്ട് മോർഫീമുമാണ്. അപ്പോൾ ഫ്രീ മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നതാണ് ഫ്രീ മോർഫീം. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും അല്ലെ? സ്ലീപ്പിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. INGക്ക് എന്ത് പറ്റുമോ? പറ്റില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിന് അർത്ഥം കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുകയും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തവയായാലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നവയായാലും അർത്ഥമുള്ളതായിരിക്കണം ഒരു മോർഫീം. അപ്പോൾ ഇതിന് ING എന്നുള്ളതിന് അർത്ഥമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. എന്താണ് അർത്ഥം? അത് കണ്ടിന്യൂസ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ടെൻസ് സൂചിപ്പിക്കുന്നതാണ് ING. മനസ്സിലാവുന്നുണ്ടോ? കണ്ടിന്യൂസ് ടെൻസിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ജെറൻഡിനെ കാണിക്കുന്നതാണ് ING. അതുകൊണ്ട് ING എന്നുള്ളതിന് അർത്ഥമുണ്ട്. അപ്പോൾ അതുപോലെ വേറൊരു വേർഡ് ഇവിടെ ഞാൻ അൺഹാപ്പിനെസ് എന്ന് എഴുതിയിട്ടുണ്ട്. സ്ലീപ്പിങ്ങിൽ 2 മോർഫീമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അൺഹാപ്പിനെസ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത മീനിങ് അടുത്ത ഒരു വേർഡ് ഇവിടെ എഴുതുന്നുണ്ട്. നിങ്ങളെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ. അൺഹാപ്പിനെസ്. അൺഹാപ്പിനെസ്സിൽ ഹാപ്പിനെസ് ഒന്ന് ആലോചിക്കാം. ഹാപ്പി എന്ന് പറഞ്ഞ ഒറ്റ വേർഡാണ് അല്ലേ? പക്ഷേ അൺഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എത്ര വേർഡ് ഉണ്ട്? ഒറ്റ വേർഡാണ്. പക്ഷെ എത്ര മോർഫീം ഉണ്ട്? 3 മോർഫീം ഉണ്ട്. എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഹാപ്പിനെസ് 3 മോർഫീമായി. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഹാപ്പിയുടെ ഇപ്പുറത്ത് നമ്മൾ അണ്ണ് ചേർത്തു, ഇവിടെ നെസ് ചേർത്തു. ഇതിന് നമ്മളൊരു മാറ്റം വരുത്തിയ ഈ ആക്കി അല്ലേ? വൈന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് നമ്മൾ ചെയ്തത് അല്ലേ? അൺഹാപ്പിനെസ് എന്നുള്ളത് എന്താണ്? 3 ഒറ്റ വേർഡാണ്. പക്ഷേ 3 മോർഫീം ചേർന്നതാണ്. 3 മോർഫീമാണ് അതിലുള്ളത്. എന്താണ് 3 മോർഫീം? മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കണം, മോർഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ആയിട്ട് മീനിങ് ഫുൾ, അതായത് മീനിങ് തരുന്ന പാർട്ടുകളാണ്, സ്മോളസ്റ്റ് യൂണിറ്റുകളാണ് ഒരു മോർഫീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മീനിങ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അണ്ണിന് മീനിങ് ഉണ്ടോ? ഉണ്ട്. എന്താ അണ്ണിന്റെ മീനിങ്? നെഗറ്റീവ് സെൻസ് കാണിക്കുന്നതാണ് അല്ലേ? നെഗറ്റീവ് സെൻസ് ആണ് അൺ
നെഗറ്റീവായിട്ട് കാണിക്കുന്നതാണ് അൺ എന്നുള്ളത്. ഹാപ്പി, ഓക്കെ, അത് ഫ്രീ മോർഫീമാണ്. നെസ് എന്താണ്? അൺഹാപ്പിനെസ് അഡ്ജക്റ്റീവ് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് അഡ്ജക്റ്റീവിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നെഗറ്റീവ് വേർഡ്, അതായത് ഇത് നെഗറ്റീവ് മോർഫീമും ഇവിടെ അഡ്ജക്റ്റീവ് മോർഫീമും, അതായത് ഇത് രണ്ടും എന്താണ്? ബൗണ്ട് മോർഫീമാണ്. അൺ എന്നുള്ളത് നെസ് എന്നുള്ളത് ബൗണ്ട് മോർഫീമാണ്. അപ്പോൾ ഹാപ്പി എന്താണ്? ഹാപ്പി ഫ്രീ മോർഫീം. കാരണം എന്താ? ഹാപ്പി എന്നുള്ള വാക്കിന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നു. അൺ എന്നുള്ളതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? പറയൂ. ഇല്ലല്ലോ, പറ്റില്ല. അതുകൊണ്ട് അതിനെ ബൗണ്ട് മോർഫീം എന്ന് പറയുന്നു. NESS എന്ന് ചേർത്തിട്ടുണ്ട്. ആ NESS ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ലല്ലോ, അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ ഒരു വേർഡും കൂടി നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വേർഡും കൂടി നമുക്ക് എക്സാമ്പിൾ നോക്കാം. എന്ത് വേർഡാണ് എടുക്കുക? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. അത് ഇനി വരുന്നുണ്ട്, നമുക്ക് വീണ്ടും അത് വരുന്നുണ്ട് എക്സാമ്പിൾ. ആ എക്സാമ്പിൾ തന്നെ വീണ്ടും പറയേണ്ടി വരും. എന്നാലും ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ചെറിയൊരു വേർഡ് ക്യാറ്റ്. ക്യാറ്റ് എന്നുള്ളത് നമ്മൾ എടുത്തു, എസ് ചേർത്തു, അല്ലേ? ക്യാറ്റും ക്യാറ്റ്സും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ക്യാറ്റ് പൂച്ച, ക്യാറ്റ്സ് എന്താ? പൂച്ചകൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? പക്ഷേ ഇതിലെ ഒരു വേർഡാണോ? ഒരു വേർഡ്. ഓക്കെ, ഇനി അപ്പോൾ ഇതിൽ എത്ര മോർഫീം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്യാറ്റ്സിൽ എത്ര മോർഫീം ഉണ്ട്? ഞാൻ പറയുകയാണ്, അതിൽ 3 എണ്ണം ഉണ്ട്. ഉണ്ടോ? ഇല്ല. എത്ര ഉണ്ട്? 1 ആണോ? അല്ല. എത്രയാ? 2. അപ്പൊ എങ്ങനെയാണ് പറയാ? എങ്ങനെയാ നമ്മൾ തിരിക്കാമെന്ന് നോക്കൂ. 2 മോർഫീമാണ്. ക്യാറ്റ് പ്ലസ് എസ്. മനസ്സിലാവുന്നുണ്ടോ? ക്യാറ്റ്സ്, ക്യാറ്റ്സ്. അപ്പോ അതായത് ക്യാറ്റ് അല്ലേ? ഈ എസ് എന്താ? അപ്പോ എസ് എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ ക്യാറ്റിന്റെ കൂടെ ആഡ് ചെയ്തത്? എന്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ആഡ് ചെയ്തത്? പറയാൻ പറ്റുമോ? ക്യാറ്റ് എന്ന് പറഞ്ഞാൽ 1, ക്യാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ലധികം. അപ്പൊ എന്ത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എസ് ഇവിടെ ആഡ് ചെയ്തത്? എസ് എന്തിനായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക? പ്ലൂറൽ ഫോർമേഷൻ കാണിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ എസിന് അർത്ഥമുണ്ടോ? ഉണ്ട്. കാരണം എന്താ? ഈ എസ് എന്താ സൂചിപ്പിക്കുന്നത്? പ്ലൂറൽ ഫോർമേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ക്യാറ്റ് എന്നുള്ളത് ഫ്രീ മോർഫീമാണ്. കാരണം എന്താ? ക്യാറ്റിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലേ? ഡിക്ഷണറി മീനിങ് എന്താ ഫ്രീ മോർഫീം എന്ന് പറഞ്ഞാൽ? ഡിക്ഷണറി മീനിങ് ക്യാരി ചെയ്യുന്നത് തന്നെയാണ് ഫ്രീ മോർഫീം എന്ന് പറയാം. എസ് എന്താണ് ഇവിടെ? ബൗണ്ട് മോർഫീമാണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറൽ ഫോർമേഷൻ ആണ്. ഇവിടെ ഈ വേർഡില് എസ് ചേർത്തപ്പോൾ അത് എന്താ കാണിക്കുന്നത്? ഫ്രീ മോർഫീമാണ്. ആരെയും ക്ലിയർ ഇതുവരെ ഉള്ളത് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണം കേട്ടോ. ഇനി ഒന്നുകൂടി പറയാം. മോർഫോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മോർഫീമിക് സ്ട്രക്ചർ ആണ്. മോർഫീം എന്നുള്ളത് സ്മോളസ്റ്റ് ഗ്രാമാറ്റിക്കൽ മീനിങ്ഫുൾ യൂണിറ്റ് ആണ്. പണ്ട് വേർഡിനെയാണ് എന്ത് സ്മോളസ്റ്റ് ഗ്രാമാറ്റിക്കൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. പിന്നെ മോർഫീം 2ആയി തിരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഫ്രീ മോർഫീമും ബൗണ്ട് മോർഫീമും. ഫ്രീ മോർഫീം എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നതായിരിക്കും. ലെക്സിക്കൽ മീനിങ്, അതായത് ലെക്സിക്കൽ ആയിട്ടുള്ള മോർഫീമാണ്. ഡിക്ഷണറി മീനിങ് ക്യാരി ചെയ്യുന്നത് കൊണ്ടാണ് ലെക്സിക്കൽ മോർഫീം അതിനെ വിളിക്കുന്നത്. അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. ഫ്രീ മോർഫീമിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. ബൗണ്ട് മോർഫീമിനാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതിന് ആരുടെ സപ്പോർട്ട് വേണം? ഫ്രീ മോർഫീമിന് സപ്പോർട്ട് വേണം. ഫ്രീ മോർഫീം ഇല്ലാതെ ബൗണ്ട് മോർഫീം നിൽക്കില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം കൂടി പറയാണ്. വേർഡ് ക്യാൻ ബി എ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചാലേ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്കൊക്കെ പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എ വേർഡ് ക്യാൻ ബി എ മോർഫീം ബട്ട് നോട്ട് ഓൾ മോർഫീംസ് ക്യാൻ ബി എ വേർഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ വേർഡും മോർഫീമാണ്. എല്ലാ വാക്കും മോർഫീമാണ്. അതായത് ഇപ്പം ഞാനിപ്പോൾ ബാഗ്സ് എഴുതി ഇതാണ്. അതുപോലെ അൺഹാപ്പിനെസ് നമ്മൾ നേരത്തെ എഴുതി. അൺഹാപ്പിനെസ് എന്നുള്ളത് ഒരു വേർഡാണ്, അതൊരു മോർഫീമാണ്, അല്ലേ? ഓൾ വേർഡ്സ് ക്യാൻ ബി എ മോർഫീം. ഇപ്പം എൻ്റെ പേര് എഴുതിയാലും അതെന്താണ്? അത് മോർഫീമാണ്, അല്ലേ? പക്ഷേ എല്ലാ മോർഫീമിനും വേർഡ് ആവാൻ പറ്റില്ല. അതാണ് പറയുന്നത്. ഒരു വാക്ക് മോർഫീമായിട്ട് നിൽക്കും, ഒരു വാക്ക് മോർഫീമായിട്ട് നിൽക്കും. ഈ ബാഗ് എന്നുള്ളതോ അല്ലെങ്കിൽ ബാഗ്സ് എന്നുള്ളതോ മോർഫീമായിട്ട് നിൽക്കാൻ കഴിവുള്ളതാണ്.
അൺഹാപ്പിനെസ് എന്നാണെങ്കിൽ അതിനും നിൽക്കാൻ പറ്റും. അതുപോലെ ഇനി ദേന്ന് എഴുതിയാലും ദിസ് എഴുതിയാലും എന്ത് എഴുതിയാലും നമുക്ക് എന്താണ് അതൊരു മോർഫീമായിട്ട് നിലകൊള്ളാനായിട്ട് പറ്റും. അപ്പൊ എല്ലാ വാക്കിലും എന്ത് ചെയ്യാൻ പറ്റും? മോർഫീമായിട്ട് നിലകൊള്ളാനായിട്ട് പറ്റും. പക്ഷേ എല്ലാ മോർഫീമിനും വേർഡ് ആവാൻ പറ്റില്ല. ഇതൊരു മോർഫീമാണ്. ഇത് ഞാൻ മാറ്റിട്ട് ഇവിടെ ഒരു കാര്യം എഴുതുന്നുണ്ട്, അത് ശ്രദ്ധിക്കൂ. ഇ ഡി എന്നുള്ളത് മോർഫീമാണ്. കാരണം ഇതിന് അർത്ഥമുണ്ട്. പാസ്റ്റ് ടെൻസ് കൊടുക്കുന്നതിനെയാണ് ഇ ഡി ചേർക്കുക അല്ലെ. പാസ്റ്റ് ടെൻസ് സൂചിപ്പിക്കാനാണ് നമ്മൾ ഇ ഡി ചേർക്കുന്നത്. ഇ ഡി എഴുതുന്നതിന് അപ്പൊ അർത്ഥമുണ്ട്. എന്താ അർത്ഥം? പാസ്റ്റ് ടെൻസ് സൂചിപ്പിക്കാനാണ് ഇ ഡി ചേർക്കുന്നത് എന്നുള്ളത് നമുക്ക് അർത്ഥം അതൊന്ന് കിട്ടുന്നുണ്ട് അല്ലെ. നേരത്തെ എസ് എന്നുള്ളത് പ്ലൂറൽ ഫോർമേഷന് കാറ്റിന്റെ കൂടെ അല്ലെ, നൗൺസിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ എന്താണ് പ്ലൂറൽ ഫോർമേഷൻ സൂചിപ്പിക്കാനാണ് എസ് അല്ലെങ്കിൽ ഇ എസ് ഒക്കെ ചേർക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇതിന് അർത്ഥമുണ്ട്. പക്ഷെ എസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ലല്ലോ. കാറ്റിന്റെ കൂടെ അല്ലേ എസ് നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബാഗിന്റെ കൂടെ അല്ലേ എസ് നിൽക്കാൻ പറ്റുള്ളൂ. പ്ലൂറൽ ഫോർമേഷൻ മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഇ ഡി എന്നുള്ളത് ടോക്ക്ഡ് പാസ്റ്റ് ടെൻസ് അല്ലേ. ആ ഇ ഡി നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? ടോക്ക് ആവശ്യമാണ്. അപ്പോൾ ടോക്ക് എന്നുള്ളത് എന്താണ്? ഫ്രീ മോർഫീമാണ്. ബൗണ്ട് മോർഫീം അല്ല, ഫ്രീ മോർഫീമാണ്. അപ്പൊ ബൗണ്ട് മോർഫീമിന് ഫ്രീ മോർഫീമിന്റെ സപ്പോർട്ടോടുകൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ എല്ലാ മോർഫീമും എന്താല്ല? വേർഡല്ല. ING എന്നുള്ളത് ഒരു വേർഡായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റുമോ? പക്ഷെ ഇതിന് മോർഫീമായിട്ട് കണക്കാക്കാൻ പറ്റും അല്ലെ. INGനെ നമുക്ക് വേർഡായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ INGനെ എന്തായിട്ട് നമുക്ക് കണക്കാക്കാം? പറയൂ. അതിനെ മോർഫീമായിട്ട് നമുക്ക് കണക്കാക്കാം. മോർഫീം എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥമുള്ളതാണ്. INGക്ക് അർത്ഥമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതെനിക്കും അറിയാം. ഇതുവരെ നിങ്ങൾക്ക് അറിയില്ല INGക്ക് അർത്ഥമുണ്ട് എന്നുള്ളത് അല്ലേ. നമ്മൾ അതൊരു വാക്കിന്റെ കൂടെ ആഡ് ചെയ്യുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എസ് ചേർത്താൽ എസിന് മാത്രമായിട്ടൊരു അർത്ഥം ഉണ്ടെന്ന് അല്ലല്ലോ. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നു, നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണിത്. മോർഫോളജി പഠിക്കുന്നതിൽ ആദ്യമായി പഠിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ വാക്കിനും അർത്ഥമുണ്ട്, എല്ലാ വാക്കും മോർഫീമാണ്. എല്ലാ മോർഫീമും എന്താവാൻ പറ്റില്ല, എല്ലാ മോർഫീമിനും വേർഡായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ബൗണ്ട് മോർഫീമിന് ഒരിക്കലും വേർഡായിട്ട് നിൽക്കാൻ പറ്റില്ല. അത് ഫ്രീ മോർഫീമിന്റെ സപ്പോർട്ടോട് കൂടിയേ നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ മോർഫീമിനും എന്ത് ചെയ്യാൻ പറ്റില്ല? പറയൂ, ഒരു വേർഡായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ING എന്നുള്ള വാക്കായ അതിന് അർത്ഥമില്ല. അർത്ഥമുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? അർത്ഥമുണ്ട്. നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ വാക്കിൽ നമ്മൾ പലത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് അർത്ഥമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഞാനിവിടെ നമ്മൾ നേരത്തെ എഴുതിയ മോർഫീംസ് അല്ലേ, മോർഫീംസ് എന്നുള്ള വാക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് അർത്ഥമുണ്ട്. എസിന് എസ് പ്ലൂറൽ ഫോം ആണ്. മോർഫീമിന്റെ കൂടെ എസ് ചേർത്തു അല്ലേ. മോർഫീം പ്ലസ് എസ്, മോർഫീംസ്. ഇത് എസ് എന്താ സൂചിപ്പിക്കുന്നത്? പ്ലൂറൽ ഫോർമേഷൻ ആണ് അല്ലേ. അപ്പോ ഈ എസിന് അർത്ഥമുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഇതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. മോർഫോളജി എന്താണെന്നുള്ളത് മോർഫിമിക് സ്ട്രക്ചറാണ്. എൻ്റെ പഠനത്തിനെയാണ് പറയുന്നത്. മോർഫിം എന്ന് പറയുന്നത് സ്മോളസ്റ്റ് മീനിങ് യൂണിറ്റ് ആണ്, ഗ്രാമാറ്റിക്കൽ യൂണിറ്റ് ആണ്. അതുപോലെ വേർഡിനെ എന്തായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്? ഗ്രാമാറ്റിക്കൽ സ്മോളസ്റ്റ് യൂണിറ്റിനെ ആയിട്ടാണ് വേർഡിനെ കണക്കാക്കിയിരുന്നത്. ഫ്രീ മോർഫിമും ബൗണ്ട് മോർഫിം, ഇത് നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഫ്രീ മോർഫിമും ബൗണ്ട് മോർഫിമും. ക്ലിയർ ആവുന്നുണ്ടോ? ഫ്രീ മോർഫിം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നതിനെയാണ് ഫ്രീ മോർഫിം. ബൗണ്ട് മോർഫിം എന്ന് പറഞ്ഞാൽ ഫ്രീ മോർഫിമിന്റെ സപ്പോർട്ടോട് കൂടി നിൽക്കാൻ പറ്റുന്നതാണ് ബൗണ്ട് മോർഫിം. ഫ്രീ മോർഫിം എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി മീനിങ് ക്യാരി ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ലെക്സിക്കൽ മോർഫിം എന്ന് പറയുന്നത്. കാരണം അവ ഡിക്ഷണറി മീനിങ് തരുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ കാറ്റ് ആയാലും റാറ്റ് ആയാലും ഇനി ബാഗ് ആയാലും ബുക്ക് ആയാലും എന്ത് എഴുതിയാലും നമുക്ക് അതിന് അർത്ഥം കിട്ടുന്നത് ഇതിനെ ഫ്രീ മോർഫീം എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇതിന്റെ കൂടെ എസ് ചേർക്കുന്നത് ബൗണ്ട് മോർഫീം. ഇതിൽ എസ് ചേർത്ത് കഴിഞ്ഞാൽ അത് എസ് എന്നുള്ളത് ബൗണ്ട് മോർഫീം. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.